ഹൃദയത്തിലെ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനായി ഒരവസരം കൂടി നൽകിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ നോമ്പ് കാലത്തെ ഒരു കൊച്ചു കഥ കൊണ്ട് നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ ഒരു കടയിൽ 2 യുവാക്കൾ ഭക്ഷണത്തിനായി കയറി ചെന്നു. അവിടെ നിത്യസന്ദർശകനായ ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. കടക്കാരൻ കാരുണ്യത്തോടെ വെച്ച് നീട്ടിയ പാത്രത്തിൽ നിന്നും ഏതാനും മാംസ കഷ്ണങ്ങൾ അയാളെടുത്ത് ഭക്ഷിച്ചു. നോമ്പുകാലത്ത് തികഞ്ഞ ദൈവവിശ്വാസി എന്ന് സ്വയം അവകാശപ്പെടുന്ന അയാൾ തങ്ങളുടെ മുൻപിലിരുന്ന് മാംസം ഭക്ഷിക്കുന്നത് കണ്ട് ആ യുവാക്കൾ അയാളെ പരിഹസിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോ ദേവാലയത്തിൽ പോകുന്നതോ മാംസം വർജിക്കുന്നതോ ആരും കാണുന്നില്ല. ഇങ്ങനെയാണോ ഒരു ദൈവവിശ്വാസി നോമ്പാചരിക്കുന്നത്? അതിനു മറുപടിയായി സൗമ്യമായി അയാൾ മറുപടി പറഞ്ഞു. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ആരോടും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല. ആരെയും ഞാൻ അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. എൻ്റെ ആയകാലത്ത് ഞാൻ എനിക്കുള്ളതിൽ നിന്നും ഇല്ലാത്തവനെ നൽകി, അറിവില്ലാത്തതിനെ പഠിപ്പിച്ചു. എന്നാൽ പ്രായാധിക്യം മൂലം എൻ്റെ ശരീരം ദുർബലമായി. മുൻപത്തെ പോലെ ഭക്ഷണം വർജിക്കുവാനോ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനോ ഇന്ന് എനിക്ക് കഴിയുന്നില്ല. എങ്കിലും എന്നാലാവും വിധം എൻ്റെ ഹൃദയത്തിൽ ഞാൻ മറ്റുള്ളവരെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ ഒന്നിനോടുമോ എനിക്ക് ആഗ്രഹങ്ങളില്ല. രുചിയുള്ള ഭക്ഷണമോ മനോഹരമായ വസ്ത്രങ്ങളോ എന്നെ ആകർഷിക്കുന്നില്ല. വൃദ്ധനായ ഞാൻ എൻ്റെ രീതികൾ പിന്തുടരുന്നു. യുവാക്കളായ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്? അതിന് മറുപടി പറയാൻ കഴിയാതെ ലജ്ജിതരായി തല കുമ്പിട്ടുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അതെ, ആത്മാവിൻ്റെ ശുദ്ധി ബാഹ്യമായ പ്രവർത്തികളിലല്ല, മറിച്ച് ആന്തരികമായ ചിന്തകളിലാണ്. കൂനുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ അത് ചോദ്യം ചെയ്തവരോടും അവിടുന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ നോമ്പുകാലത്തും നമുക്കും നമ്മളാലാകും വിധം സ്വയം നമ്മുടെ പ്രവർത്തനത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാം.